ഒരു പുതപ്പിൻ്റെ വില. സിൽബാരപുരം ഗ്രാമത്തിൽ സർവ്വ സുഖ സൗകര്യങ്ങളോടും കൂടി ഒരു നാടുവാഴി ജീവിച്ചിരുന്നു. അതിൻ്റെ അഹങ്കാരവും അധികാരവും പൊങ്ങച്ചവുമൊക്കെ അയാളിൽ പ്രകടമായിരുന്നു. ആ ഗ്രാമത്തിലെ കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും മനോഹരമായിരുന്നു. വിശറിയും പുതപ്പുമൊന്നും വേണ്ടാത്ത സുഖകരമായ അന്തരീക്ഷം അനുഭവപ്പെട്ടിരുന്ന കാലം. ഒരു ദിവസം നാടുവാഴിയുടെ മക്കളും ഭാര്യയും കൂടി 10 ദിവസത്തെ തീർത്ഥാടനത്തിന് അയൽ രാജ്യമായ കോസലപുരത്തേക്ക് പോയി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലേലം ഉണ്ടായിരുന്നതിനാൽ അയാൾ പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പതിവ് പോലെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. പാതിരാ സമയത്ത് പതിവില്ലാത്ത കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ പെരുമഴയായി 4 ദിവസം നീണ്ടുനിന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ മഴ കുറഞ്ഞെങ്കിലും മഴക്കാറ് മൂടി സൂര്യപ്രകാശം ഒട്ടും ഭൂമിയിൽ പതിക്കാതെയായി. 6-ാം ദിവസത്തെ രാത്രിയിൽ പതിവിലേറെ അന്തരീക്ഷം തണുത്തിരുന്നു. പാതിരാത്രിയിൽ അയാൾക്ക് പുതപ്പിൻ്റെ ആവശ്യം വേണ്ടി വന്നു. ഉറക്കച്ചടവോടെ അയാൾ പിറുപിറുത്തു. കുറേ നേരം പുതപ്പ് തപ്പി. ഒടുവിൽ ഒരെണ്ണം കയ്യിൽ തടഞ്ഞു. അതെടുത്ത് പുതച്ചു. പക്ഷേ ഒരു പ്രശ്നം അയാളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. പുതപ്പിന് നീളമില്ല, മുട്ടിന് താഴെ എത്തുന്നില്ല. കാരണം അത് ഇളയ മകൻ്റെ കുട്ടിപ്പുതപ്പായിരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ അതെടുത്ത് മുറിയിലെ മൂലയിലേക്ക് എറിഞ്ഞു. കിടപ്പുമുറിയിൽ പണപ്പെട്ടിയുള്ളതിനാൽ ആർക്കും അവിടെ കയറാൻ അനുവാദമില്ലായിരുന്നു. അതിനാൽ വേലക്കാരനെ വിളിച്ചതുമില്ല. അടുത്ത പ്രഭാതത്തിൽ നിലത്ത് കിടന്ന പുതപ്പെടുത്ത് ദേഷ്യം തീരാതെ വഴിയിലെ ചവറുപൂനയിലേക്ക് എറിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാടുവാഴിയുടെ പണിക്കാർ ഒരു പിച്ചക്കാരനെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തെത്തി വിവരം വിളമ്പി. ചന്തയിലെ അങ്ങുന്നിൻ്റെ കടയുടെ മുന്നിൽ രാവിലെ മൂടി പുതച്ച് ഇവൻ ഉറങ്ങുകയായിരുന്നു. ഈ തറവാടിൻ്റെ അടയാളം പുതപ്പിന്മേൽ കണ്ടപ്പോഴാണ് ഇവൻ കള്ളനാണെന്ന് മനസ്സിലായത്. പക്ഷേ ഇത് കേട്ട് നാടുവാഴിക്ക് ചിരിയാണ് വന്നത്. ഹേയ്, അവൻ കള്ളനൊന്നുമല്ല. ഞാൻ വഴിയിൽ ഉപേക്ഷിച്ചു കളഞ്ഞ പുതപ്പായിരുന്നു അത്. അപ്പോൾ യാചകൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ചു, അങ്ങ് ദയവായി ഈ പുതപ്പ് കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കണം. കാരണം കഴിഞ്ഞ രാത്രിയിലെ തണുപ്പത്ത് ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. നാടുവാഴി അട്ടഹസിച്ചു. എടാ, കട്ടിലിൽ ഉറങ്ങിയ എനിക്ക് പുതയ്ക്കാൻ പോലും തികയാത്ത പുതപ്പ് നിനക്കെന്തിനാ? നിന്റെ പേട്ടുതല മൂടാൻ മാത്രമല്ലേ സാധിച്ചുള്ളൂ, പടുവിഡ്ഢി. അയ്യോ അല്ല അങ്ങുന്നേ, ഞാൻ കിടന്നത് കണ്ടാലും. യാചകൻ പെട്ടെന്ന് പുഴമണൽ വിരിച്ച മുറ്റത്ത് കിടന്ന് പുതപ്പ് കൊണ്ട് മൂടി. ആദ്യം കാലുകൾ മടക്കി വെച്ചപ്പോൾ മുഴുവനും മൂടാനായി. പിന്നീട് കാലുകൾ നിവർത്തി. പക്ഷേ നടുവളച്ചു കിടന്നപ്പോൾ ശരീരം പുതപ്പിനുള്ളിൽ. കൂടാതെ ചരിഞ്ഞു കിടന്ന് ഒരു വളയം പോലെ തലയും കുമ്പിട്ട് കിടന്നപ്പോഴും ആ കുട്ടിപ്പുതപ്പ് അവന് ധാരാളമായിരുന്നു. അപ്പോൾ ഭൃത്യന്മാർ ദേഷ്യപ്പെട്ടു. അങ്ങുന്നേ, ഈ ധിക്കാരിയുടെ കോമാളിത്തരം കണ്ടില്ലേ? മുക്കാലിയിൽ കെട്ടി തെരണ്ടിവാലുകൊണ്ട് അടിക്കാൻ കൽപ്പിച്ചാലും. അതൊന്നും വേണ്ട, അവൻ എന്നെ തോൽപ്പിച്ചവനാണ്. അനന്തരം നാടുവാഴി യാചകനിൽ നിന്ന് പുതപ്പ് തിരികെ വാങ്ങി. എന്നിട്ട് തൻ്റെ മടിശീലയിൽ നിന്ന് 4 വെള്ളിക്കാശ് വലിയ പുതപ്പിനായി ദാനം ചെയ്തു. യാചകൻ വർദ്ധിച്ച സന്തോഷത്തോടെ അവിടം വിട്ടു. പിന്നീട് ആ ചെളിപറ്റിയ പുതപ്പ് നോക്കി നാടുവാഴി ചിന്തയിലാണ്ടു. എനിക്ക് തല കുനിക്കാനും കാൽ മടക്കാനും നടുവളയ്ക്കാനുമൊക്കെ പറ്റാത്തത് എന്തുകൊണ്ടാണ്? രോഗം കൊണ്ടല്ല. എൻ്റെ തലക്കനവും അഹങ്കാരവും പൊങ്ങച്ചവും അധികാരവുമല്ല ഇതിന് കാരണം. അത് മനസ്സിലാക്കാൻ ഒരു കുട്ടിപ്പുതപ്പും യാചകനും വേണ്ടി വന്നു. നാട്ടുകാർ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. അന്നു മുതൽ ധൂർത്തും അനാവശ്യ ആഘോഷങ്ങളും യാത്രകളും മറ്റും അയാൾ ഒഴിവാക്കി തുടങ്ങി. ദുർച്ചെലവുകൾ തടഞ്ഞു. ഏതാനും മാസത്തിനുള്ളിൽ തന്നെ സാധു വീട് എന്ന പേരിൽ ആ നാട്ടിലെ അന്തേവാസികൾക്കായി ഒരു വലിയ വീട് നാടുവാഴി പണിയിച്ച് നാടിന് സമർപ്പിച്ചു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.